നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 67 വയസ്സുള്ള റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കുറച്ച് മറവിയുടെ ലക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് അത് എവിടെയാണ് വെച്ചതെന്ന് മറന്നു പോവുക, താക്കോല് കൊണ്ട് വെച്ചിട്ട് അത് എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മ വരാതെ വരിക. അടുത്ത സമയത്ത് മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറികൾ വാങ്ങിയിട്ട് ആ പച്ചക്കറികളുടെ പാക്കറ്റ് എവിടെയോ ഒരിടത്ത് വെച്ചു, എന്നിട്ടത് എടുക്കാതെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പച്ചക്കറി വാങ്ങാനല്ലേ പോയത്, ആ പച്ചക്കറിയുടെ പാക്കറ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞാനത് എവിടെയോ വെച്ച് മറന്നു പോയല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് പോയി അത് കണ്ടുപിടിച്ചു. പക്ഷേ ഈ മറവി അങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കുന്നുമില്ല. അതാണ് വീട്ടുകാർക്ക് സംശയം വരുന്നത്. എന്നാൽ വീട്ടുകാർ പറയുന്നത് മറവി രോഗമൊക്കെ ആണെങ്കിൽ ഈ മറവി ലക്ഷണങ്ങൾ കണ്ടാൽ അത് തുടർച്ചയായിട്ട് നിൽക്കണ്ടേ. ഇതങ്ങനെയില്ല. ഇത് എല്ലാ ദിവസവും ഒന്നും മറവിയില്ല. ഇടയ്ക്ക് കുറച്ച് നേരം മറവി വരും, പിന്നീട് അതങ്ങ് മാറും. ചില സമയങ്ങളിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊരു പിച്ചും പേയും പറയുന്ന പോലത്തെ ആരോ കട്ടിലിൻ്റെ കീഴിൽ കയറി ഒളിച്ചിരിപ്പുണ്ട്, ടോയ്ലറ്റിൽ ആരോ കയറിയിരിക്കുന്നു, ഭക്ഷണത്തിൽ വിഷമിട്ട് തന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ പറയും. അതും അധിക നേരം നീണ്ടു നിൽക്കുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ചുണ്ടും ഈ വായയുടെ സൈഡും കൈയും ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കോടിപ്പോകുന്ന പോലത്തെ ചില ചലനങ്ങളും കാണിക്കും. അപ്പോൾ കൈ ഇങ്ങനെ പോകും, ചുണ്ടും ഇങ്ങനെ പോകും. ഇങ്ങനത്തെ ഒരു ചലനമാണ്. ഏതാണ്ട് 2 സെക്കൻഡ് നേരത്തെ ഈ ചലനങ്ങൾ കാണും. അതിങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നു, ഇതിൻ്റെ തീവ്രത കൂടി വരുന്നു, ഇതിൻ്റെ തോത് കൂടി വരുന്നു. ഒരേ ദിവസം തന്നെ വീട്ടുകാർ എണ്ണി നോക്കിയപ്പോൾ 100 പ്രാവശ്യമൊക്കെ ഈ കൈയുടെ ഈ ചലനവും വരുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ കൈ എന്തിനാണ് ഇങ്ങനെ അനക്കുന്നത്, ചുണ്ട് എന്തിനാണ് ഇങ്ങനെ കോടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, എപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യണം. ഇദ്ദേഹത്തിന് ഓർമ്മയില്ല അദ്ദേഹം ഇങ്ങനെ കൈകൾ ചലിപ്പിക്കുന്നതും ചുണ്ട് ചലിപ്പിക്കുന്നതും. വീട്ടുകാർ അവസാനം ഇതിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഇതിങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് കാണിക്കാൻ തുടങ്ങി. ഇതാ നിങ്ങൾ 2 മിനിറ്റ് മുമ്പ് ചെയ്തത് ഇങ്ങനെയാണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. ഇത് ഞാനാണോ ചെയ്തത്, ഞാനിങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നു. വീട്ടുകാർ നോക്കുമ്പോൾ ഇദ്ദേഹം നല്ല ബോധത്തോടെ ഇരിക്കുന്നു, കണ്ണ് തുറന്നിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൈകൾ ഒരു സൈഡിലേക്ക് അനങ്ങുന്നു, ചുണ്ട് ഒരു സൈഡിലേക്ക് അനങ്ങുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയി സോഡിയം എന്ന് പറയുന്ന രക്തത്തിലെ ലവണം അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സോഡിയത്തിൻ്റെ അളവ് കുറവായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഓർമ്മക്കുറവിൻ്റെ ലക്ഷണങ്ങളുണ്ട്, സംശയങ്ങളും ചിത്തഭ്രമത്തിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അകാരണമായ സംശയം, ഭയം. അതുപോലെ രക്തത്തിലെ സോഡിയം കുറയുന്നു, കൈകളും ചുണ്ടും ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആവർത്തിച്ച് ഒരേ ദിവസം തന്നെ നിരവധി പ്രാവശ്യം ചലിക്കുന്ന പോലത്തെ ലക്ഷണങ്ങൾ വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ചികിത്സിക്കുന്ന ഡോക്ടർ നട്ടലിലെ സ്രവം കുത്തിയെടുത്തൊരു ടെസ്റ്റ് ചെയ്യണം എന്ന് വീട്ടുകാരോട് പറയുന്നു. അപ്പോൾ വീട്ടുകാർ സ്വാഭാവികമായിട്ടും ഒന്ന് അസ്വസ്ഥരായി. എന്തിനാണ് ഇങ്ങനത്തെ ഈ പെരുമാറ്റ വ്യത്യാസം കാണിക്കുന്നതിനൊക്കെ നട്ടലിലെ സ്രവം കുത്തിയെടുക്കുന്നത്? ഡോക്ടർ അത് വിശദീകരിച്ചു കൊടുത്തു. ഇത് ഓട്ടോ ഇമ്മ്യൂൺ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു അസുഖമാകാൻ സാധ്യതയുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി അമിതമായി നമ്മുടെ ശരീരത്തിലെ തന്നെ ചില കോശങ്ങളെ നശിപ്പിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ എൻകെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ രോഗപ്രതിരോധ ശക്തി അമിതമായി തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾക്ക് കേടുവരുത്തുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ നട്ടലിൽ കുത്തിയെടുത്ത് പരിശോധന നടത്തിയപ്പോൾ anti-LG1 ഓട്ടോ ഇമ്മ്യൂൺ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇത് എന്ന് തെളിഞ്ഞു. ഈ anti-LG1 ഓട്ടോ ഇമ്മ്യൂൺ എൻകെഫലൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഈ സോഡിയം കുറഞ്ഞു പോവുക, കുറച്ച് നേരത്തേക്ക് ചുറ്റും നടക്കുന്നൊന്നും ഓർമ്മയില്ലാതിരിക്കുക, ചില ചിത്തഭ്രമ ലക്ഷണങ്ങൾ കാണുക, ചില മറവി ലക്ഷണങ്ങൾ കാണുക. ഇതിനോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫേഷ്യോബ്രേക്കിയൽ ഡിസ്റ്റോണിക് സീഷർ എന്ന് പറയുന്നൊരു തരം അപസ്മാരമാണ്. നമ്മളീ പറഞ്ഞ പോലെ കൈയും ചുണ്ടും ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചലിക്കുന്നു എന്ന് പറയുന്നത് ഒരു അപസ്മാരമാണ് ശരിക്കും. പക്ഷേ സാധാരണ അപസ്മാരമൊക്കെ 1 മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുമെങ്കിൽ ഇത് ഏതാണ്ട് 2 സെക്കൻഡേ നീണ്ടു നിൽക്കത്തുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ആ 2 സെക്കൻഡ് നേരം ഇദ്ദേഹത്തിന് ഓർമ്മയില്ല ഇദ്ദേഹം ഇത് ചെയ്യുന്നു എന്നുള്ളത്. ഏതൊരു അപസ്മാരത്തിലും അങ്ങനെയാണ്. അപസ്മാരത്തിൻ്റെ ഭാഗമായുള്ള ചലന വൈകല്യമായാലും പെരുമാറ്റ വൈകല്യമായാലും അത് പ്രദർശിപ്പിക്കുന്ന വ്യക്തിക്ക് താനത് ചെയ്യുന്നു എന്ന ഓർമ്മയില്ലാതെ വരുന്നു. ഇവിടെയും അത് തന്നെയാണ്. ആ 2 സെക്കൻഡ് നേരം ഇദ്ദേഹത്തിനൊരു ഓർമ്മയില്ല, പക്ഷേ കണ്ണ് തുറന്നിരിക്കുകയാണ്, ബോധമുണ്ട്, ഇരിക്കുകയാണ്, ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ anti-LG1 ഓട്ടോ ഇമ്മ്യൂൺ എൻകെഫലൈറ്റിസിൻ്റെ ലക്ഷണമായിട്ടുള്ള ഫേഷ്യോബ്രേക്കിയൽ ഡിസ്റ്റോണിക് സീഷർ എന്ന് പറയുന്നൊരു അപസ്മാര വകഭേദമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് ആ പരിശോധനയിലൂടെ ഈ രോഗനിർണയം നടന്നു കഴിഞ്ഞപ്പോൾ
ഇതിനെ ചികിത്സിക്കാൻ വേണ്ടി പ്രത്യേക തരത്തിലുള്ള ചില മരുന്നുകളുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ചില മരുന്നുകളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അമിതമായ രോഗപ്രതിരോധ ശേഷി ഒന്ന് കുറച്ച് ക്രമീകരിച്ച് അത് തലച്ചോറിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥ മാറ്റിയെടുക്കുന്ന ഒരു ചികിത്സയാണ്. കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് കൊടുത്താൽ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും. പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടാതെ പോകുമ്പോഴാണ് ഈ രോഗാവസ്ഥ വഷളായി പലപ്പോഴും മരണത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ സാധ്യതയുള്ളത്. നന്ദി, നമസ്കാരം.